നാരായണ 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 രാമ 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 ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ഉല്ലംഘ്യ സിന്ധോ സല്ലം സലീലം യശോകവഹ്നിം ജനകാത്മജായ ആദായ തേനൈവ ദദാഹരംഗാം നമാമിതം പ്രാഞ്ജലിരാഞ്ജനേയം യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം ഭാരതിം നമത രാക്ഷസാന്തകം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആഞ്ജനേയസ്വാമിക്ക് നമസ്കാരം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും ഈ ഉള്ളവൻ്റെ കൂപ്പുകൈ. വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ 361 എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കിഷ്കിന്ധാകാണ്ഡത്തിലെ 66 സർഗമാണ് ഇപ്പോൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു, ജാമ്പവാൻ അംഗദനുമൊക്കെ എല്ലാ വാനരന്മാരോടും തനിക്ക് കഴിയാവുന്ന തൻ്റെ ബലം എത്രത്തോളം ഉണ്ട് എന്ന് പ്രകടിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഓരോരോ വാനരന്മാരും ഗവാക്ഷൻ, ഗജൻ മുതലായിട്ടുള്ള മൈന്ദൻ, ദ്വിവിധൻ, സുഷേണൻ, ജാമ്പവാൻ എല്ലാവരും അവനവൻ്റെ കഴിവനുസരിച്ചുള്ള പ്രകടനം എല്ലാം കാഴ്ചവെച്ചു. ഞാൻ ഇത്രത്തോളം ചെയ്യാമെന്നെല്ലാം പറഞ്ഞുവെങ്കിലും ഹനുമാൻ വളരെ നിശബ്ദനായിട്ടിരിക്കുകയായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ഹനുമാനെ ജാമ്പവാൻ ചെന്ന് കണ്ട് പ്രേരിപ്പിക്കണു. ഹനുമാനോട് പറയുന്നു, ശ്രീരാമചന്ദ്രൻ്റെ ഉപകാരപ്രദമാകുന്ന കർമ്മം എന്താണെങ്കിലും ശരി, നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ഹനുമാനും വളരെ സന്തോഷമായി, ഊർജ്ജസ്വലനായി എന്നർത്ഥം. അല്ലെങ്കിൽ തന്നെ ഉന്മേഷവാനാണ് ഹനുമാൻ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ വാക്കുകൾ പേര് കേട്ടപ്പോൾ തന്നെ ഒന്നുകൂടി ഊർജ്ജസ്വലനായിത്തീർന്നു പരമഭക്തനായിട്ടുള്ള ആഞ്ജനേയൻ. അങ്ങനെ 66 സർഗത്തിൽ ഹനുമാനോട് ജാമ്പവാൻ ഹനുമാൻ്റെ ജന്മവൃത്താന്തമൊക്കെ അറിയിക്കുകയാണ്. ആരുടെ മകനാണ് നീ, എങ്ങനെയാണ് നീ ഇങ്ങനെ ഇവിടെ വന്നത്, ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ വന്നത് എന്നെല്ലാം ജന്മവൃത്താന്തമൊക്കെ അറിയിക്കണം. അതിൻ്റെ ഫലമായിട്ട് വായുപുത്രനാണ് നീ, വായുവിൻ്റെ ശക്തിയുണ്ട് നിനക്ക്. അതുകൊണ്ട് ഇവിടുന്ന് ലങ്കയിലേക്ക് ചാടി പോകാനൊന്നും നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല. കടൽ കടന്നു പോകാൻ ശക്തിയുണ്ട്, അതിന് നീ തയ്യാറാകണം എന്നൊക്കെ ജാമ്പവാൻ നിർദ്ദേശിക്കുകയാണ്. സന്തോഷത്തോടു കൂടി ഹനുമാൻ ലങ്കയിലേക്ക് പോകാൻ വേണ്ടി സമുദ്ര തരണം ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ഭാഗമൊക്കെയാണ് ഈ സർഗത്തിൽ വർണ്ണിക്കുന്നത്. 66 സർഗം. നമുക്ക് 66 സർഗം പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങളെ അനുസ്മരിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ വാൽമീകി രാമായണേ കിഷ്കിന്ധാകാണ്ഡേ ഷഷ്ഠിതമഃ സർഗ. അനേകശതസാഹസ്രീം വിഷണ്ണാം ഹരിവാഹിനീം ജാമ്പവാൻ സമുദീക്ഷൈവം ഹനുമന്തമഥാബ്രവീത്. വീരവാനരലോകസ്യ സർവശാസ്ത്രവിശാരദ തൂഷ്ണീമേകാന്തമാശ്രിത്യ ഹനുമൻ കിം ന ജൽപസി. ഹനുമൻ ഹരിരാജസ്യ സുഗ്രീവസ്യ സമോഹ്യസി രാമലക്ഷ്മണയോശ്ചാപി തേജസാ ച ബലേന ച. അരിഷ്ടനേമിന പുത്രോ വൈനതേയോ മഹാബല
ഗരുൽമാനിതി വിഖ്യാത ഉത്തമസർവപക്ഷിണാം ബഹുശോ ഹി മയാ ദൃഷ്ട സാഗരേ സ മഹാബലാം ഭുജഗാനുദ്ധരൻ പക്ഷി മഹാവേഗോ മഹായശാം പക്ഷയോർയൽബലം തസ്യ താവൽഭുജബലം തവാം വിക്രമശ്ചാവിവേകശ്ച നതേ തേനാവഹീയതേ ബലം ബുദ്ധിശ്ച തേജശ്ച സത്വം ച ഹരിപുങ്കവാം വിശിഷ്ടം സർവഭൂതേഷു കിമാത്മാനം ന ബുദ്ധ്യസേ ആസീദപ്സരസാം ശ്രേഷ്ഠ വിഖ്യാതാ പുഞ്ചികസ്ഥലാം അഞ്ജനേതി പരിഖ്യാതോ പത്നി കേസരിണോ ഹരേ വിഖ്യാതാ ത്രിഷു ലോകേഷു രൂപേണ പ്രതിമാ ഭുവി അഭിചാപാദഭൂത്താതാം വാനരീ കാമരൂപിണി ദുഹിതാ വാനരേന്ദ്രസ്യ കുഞ്ചരസ്യ മഹാത്മനാം കവിത്വേ ചാരു സർവാംഗീ കദാചൽ കാമരൂപിണി മാനുഷം വിഗ്രഹം കൃത്വാ രൂപയൗവനശാലിനി വിചിത്രമാല്യാഭരണ മഹാർഹക്ഷൗമവാസിനി ആചരൽ പർവതസ്യാഗ്രേ പ്രാവട് അംബുദസന്നിഭേ തസ്യാ വസ്ത്രം വിശാലാക്ഷ്യാ പീതം രക്തദശം ശുഭം സിതായാ പർവതസ്യാഗ്രേ മാരുതോപാഹരച്ഛനൈഃ തതസ്തസ്യാം വൃത്താവൂരു സുസംഹൃതൗ സ്തനൗ ച പീനൗ സഹിതൗ സുജാതം ചാനനം താം വിശാലായതശ്രോണീം തനുമധ്യം യശസ്വിനീം ദൃഷ്ട്വൈവ ശുഭസർവാംഗീം പവനകാമമോഹിതാം സതാം ഭുജാഭ്യാം ദീർഘാഭ്യാം പരിഷ്വജ്യത മാരുതാം മന്മഥാവിഷ്ടസർവാംഗോ ഗതാത്മാ താമനിന്ദിതാം സാ തു തത്രൈവ സംഭ്രാന്താം സുവൃത്താ വാക്യമബ്രവീത് ഏകപതിവ്രതമിദം കോ നാശയിതുമിച്ഛതി അഞ്ജനായാ വചശ്രുത്വാ മാരുതപ്രത്യഭാഷതാം നത്വാം ഹിംസാമി ശുശ്രോണി മാ ഭൂതേ സുഭഗേ ഭയം മാരുതോസ്മി ഗതോ യത്വാം പരിഷ്വജ്യ യശസ്വിനീം വീര്യവാൻ ബുദ്ധിസമ്പന്നസ്തവ പുത്രോ ഭവിഷ്യതി മഹാസത്വോ മഹാതേജ മഹാബലപരാക്രമ ലംഘനേ പ്ലവനേ ചൈവ ഭവിഷ്യതി മയാ സമാം ഏവമുക്താ തതസ്തുഷ്ടാം ജനനീ തേ മഹാകപേ ഗുഹായാം ത്വാം മഹാബാഹോ പ്രജജ്ഞേ പ്ലവഗർഷഭം അഭ്യുത്ഥിതം തതസൂര്യം ബാലോ ദൃഷ്ട്വാ മഹാവനേ ഫലം ചേരിജിഗൃഷുസ്ത്വം ഉൽപ്ലുത്യാഭ്യുൽഗതോ ദിവം ശതാനി ത്രീണി ഗത്വാഥ യോജനാനാം മഹാകപേ തേജസാ തസ്യ നിർധൂതോ ന വിഷാദം ഗതഃ സദാം താവതാപതതസ്തൂർണം അന്തരീക്ഷം മഹാകപേ ക്ഷിപ്തമിന്ദ്രേണ തേ വജ്രം ക്രോധാവിഷ്ടേന ധീമതാം തദാ ശൈലാഗ്രശിഖരേ വാമോ ഹനുരഭജ്യത തതോ ഹി നാമധേയം മേ തേ ഹനുമാനിതി കീർത്യതേ തതസ്വാം നിഹതം ദൃഷ്ട്വാ വായുർഗന്ധവഃ സ്വയം ത്രൈലോക്യേ ഭൃശു സംക്രുദ്ധോ ന വവൗ വൈ പ്രഭഞ്ജന സംഭ്രാന്താശ്ച സുരാ സർവേ ത്രൈലോക്യേ ക്ഷോഭിതേ സതി പ്രസാദയന്തി സംക്രുദ്ധം മാരുതം ഭുവനേശ്വരാഹം പ്രസാദിതേ ച പവനേ ബ്രഹ്മാ തുഭ്യം വരം ദദൗ അശസ്ത്രവധ്യതാം താത സമരേ സത്യവിക്രമാം വജ്രസ്യ ച നിപാതേന വിരിജം ത്വാം സമീക്ഷിതാം സഹസ്രനേത്രപ്രീതാത്മാ ദദൗ തേ വരമുത്തമം സ്വച്ഛന്ദതസ്യ മരണം തേ ഭൂയാദിതി വൈ പ്രഭോ സത്വം കേസരിണപുത്ര ക്ഷേത്രജോ ഭീമവിക്രമ മാരുതസ്യ ഊരസ പുത്രസേജസാ ച അപി തത്സമാ ഈദൃശസ്യ ച തേ താതാം വർണ്ണയാമ കഥം ബലം കാര്യം ച ലോകസാമാന്യം കർത്തും ശക്തസ്വമേവ ഹി ഭവാൻ ജീവാതവേസ്മാകം അഞ്ജനാഗർഭസംഭവാം ത്വം ഹി വായുസുതോ വത്സ പ്ലവനേ ചാപി തത്സമാ
വയമദ്യഗതപ്രാണ ഭവാന്നസ്ത്രാതു സാമ്പ്രതം ദാക്ഷവിക്രമസമ്പന്ന പക്ഷിരാജ ഇവാപരാം ത്രിവിക്രമേ മയാ താത സശൈലവനകാനനാം ത്രിസപ്തകൃത്വ പൃഥിവീ പരിക്രാന്ത പ്രദക്ഷിണം. തഥാ ചൗഷധയോസ്മാഭി സംചിതാദേവശാസനാൽ നിഷ്പന്നമൃതം യാഭി തദാസീനോ മഹൽബലം. സ ഇദാനീമഹം വൃദ്ധ പരിഹീനപരാക്രമാ സാമ്പ്രതം കാലമസ്മാകം ഭവാൻ സർവഗുണാന്വിതം. തദ്വിജൃംഭസ്വ വിക്രാന്ത പ്രവദാമുത്തമോ ഹ്യസി. തദ്വീര്യം ദൃഷ്ടുകാമേയം സർവവാനരവാഹിനി. ഉത്തിഷ്ഠ ഹരിശാർദൂല ലംഘയസ്വ മഹാർണവം പരാഹി സർവഭൂതാനാം ഹനുമൻ യാഗതിസ്തവാം. വിഷണ്ണാ ഹരയഃ സർവേ ഹനൂമൻ കിമുപേക്ഷസേ വിക്രമസ്വ മഹാവേഗോ വിഷ്ണുസ്ത്രീൻ വിക്രമാനിവ. തതസ്തു വൈ ജാംബവതാ പ്രചോദിതാ പ്രതീതവേഗ പവനാത്മജ കവി പ്രഹർഷയം സ്വാം ഹരിവീരവാഹിനീം ചകാരരൂപം മഹദാത്മനസ്തദാ. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകീയാദികാവ്യേ ചതുർവിംശതിസഹസ്രകായാം സംഹിതായാം കിഷ്കിന്ധാകാണ്ഡേ ഹനൂമദ് വരസംധുക്ഷണം നാമ ഷഷ്ടിതമഃ സർഗഃ. സർവത്ര രാമനാമസങ്കീർത്തനം. രാമ 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 രാമ. 66-ാം സർഗം ഹനുമാനെ പ്രേരിപ്പിക്കുന്ന ഭാഗം വർണ്ണിക്കുകയാണ്. ലങ്കയിലേക്ക് പോകാനായിട്ട് കഴിവുള്ളവൻ, ശക്തിയുള്ളവൻ ഹനുമാൻ അങ്ങ് തന്നെയാണ് എന്ന് എല്ലാവരും കൂടി ജാമ്പവാനൊക്കെ പ്രത്യേകം ഹനുമാനെ സമീപിച്ചു പറയുന്നു. ഇത് കർത്തവ്യത മൂഢനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഹനുമാൻ. എന്താണ് പ്രത്യേകിച്ച് പറയാനൊന്നും തോന്നാത്ത വിധത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജാമ്പവാൻ ഹനുമാനോട് പറയുന്നത്, അല്ലയോ ഹനുമാൻ, സർവശാസ്ത്ര വിശാരദനാണ് അങ്ങ്. എന്താണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നത്? അങ്ങേക്ക് എല്ലാം അറിയാവുന്നവനാണല്ലോ, എന്താണ് ഒന്നും പറയാത്തത്? വാനരേശ്വരനായിട്ട് സുഗ്രീവനും ശ്രീരാമലക്ഷ്മണന്മാർക്കൊക്കെ അവരുടെയൊക്കെ തേജസ്, ശക്തി അതിനോട് തുല്യനാണ് അങ്ങ്. അങ്ങയ്ക്ക് യാതൊരു കുറവുമില്ല എന്നർത്ഥം. ഹനുമാൻ ഹരിരാജസ്യ സുഗ്രീവസ്യ സമോഹ്യസി. സുഗ്രീവനൊക്കെ തുല്യം തന്നെയാണ് അങ്ങ് തേജസ് കൊണ്ട്, ശക്തി കൊണ്ട്. രാമലക്ഷ്മണയോസ്സാവി തേജസ്സാച ബലേനജാം. രാമലക്ഷ്മണന്മാരെ പോലെ തന്നെ തേജസ്സുള്ളവനും ശക്തിയുള്ളവനൊക്കെയാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്നാണ്. ഗരുഡൻ, മഹാബലശാലിയായിട്ടുള്ള ഗരുഡൻ, അരിഷ്ടനേമിയുടെ പുത്രനാണ് ഗരുഡൻ. എല്ലാ പക്ഷികളിലും വെച്ച് ഉത്തമനായിട്ടുള്ള ഗരുഡൻ ആ ശക്തനായിട്ടുള്ള ഗരുഡനെ പലപ്പോഴും നമ്മൾ സമുദ്രത്തിൽ കണ്ടിട്ടുണ്ട്. മിന്നൽ വേഗത്തിൽ വന്ന് സർപ്പങ്ങളെ റാഞ്ചിയെടുക്കുന്ന ആ പക്ഷീന്ദ്രൻ, ആ പക്ഷീന്ദ്രൻ്റെ ചിറകിന് എത്രയാ ബലം! അത്രയും കരുത്ത് അങ്ങയ്ക്കുണ്ട് എന്നർത്ഥം. ഗരുഡൻ്റെ അത്രയും ബലം തന്നെ അല്ലയോ ഹനുമാൻ അങ്ങയ്ക്കുണ്ട്. പരാക്രമവും ഊക്കുമൊക്കെ നോക്കുകയാണെങ്കിൽ ഗരുഡനേക്കാൾ ഒട്ടും കുറയില്ല. എല്ലാം കൊണ്ടും, ബലം കൊണ്ടും, ബുദ്ധി, തേജസ്, പൗരുഷം കൊണ്ടൊക്കെ സർവ്വജീവികളിലും വെച്ച് മേലെയാണ് അങ്ങ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ ഞങ്ങളിത് അങ്ങയെ ഓർമ്മിപ്പിക്കണു. പണ്ട് അപ്സര സ്ത്രീകളിൽ വെച്ചിട്ട് ശ്രേഷ്ഠയായിട്ടുള്ള പുഞ്ചികസ്ഥല എന്നൊരു അപ്സരസ് ഉണ്ടായിരുന്നു. പുഞ്ചികസ്ഥല, അഞ്ജന എന്ന പേരിലും അവരറിയപ്പെടും. 3 ലോകത്തിലും അഞ്ജന എന്ന പേരിലും പ്രഖ്യാതയായിട്ടുള്ളതായിരുന്നു ആ അപ്സരസ്. അവർ കേസരി എന്നൊരു വാനരേന്ദ്രൻ്റെ ധർമ്മപത്നിയാവാനായിട്ട് ഇടവന്നു. കേസരിയുടെ ഭാര്യയായിട്ട് അഞ്ജന ആയിത്തീർന്നു എന്ന് പറയാണ്.
അത്ര സുന്ദരിയായിരുന്നു അഞ്ജന. ഭൂമിയിൽ വെച്ച് അവളെ പോലെ അഴകുള്ള വേറെ സ്ത്രീ തന്നെ ഉണ്ടായിരുന്നില്ല. ആ സ്ത്രീ, അഞ്ജന എന്നുള്ള സ്ത്രീയുടെ അച്ഛൻ്റെ പേര് കുഞ്ചരൻ എന്നായിരുന്നു. കുഞ്ചരൻ എന്നൊരു വാനരൻ്റെ പുത്രിയായിട്ടാണ് ആ സ്ത്രീ ജനിച്ചത്. ഒരു ശാപം കൊണ്ട് ജനിച്ചതാണത്രേ. വാനരൻ്റെ പത്നിയായിട്ട് ആയിത്തീരാനായിട്ട് ഒരു യോഗമുണ്ടായി, ഒരു ശാപമുണ്ടായി. അങ്ങനെ ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ സർവാംഗ സുന്ദരിയായിട്ടുള്ള ആ വാനരി മനുഷ്യരൂപം എടുക്കാൻ ഇടവന്നു. ഒരു ദിവസം മനുഷ്യരൂപം എടുത്തുകൊണ്ട് യുവതിയായിട്ട് ത്രിലോക സുന്ദരിയായിട്ട് ഇങ്ങനെ നടക്കേണ്ടായി. പട്ടുവസ്ത്രവും വിചിത്ര മാല്യ ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ഈ പർവ്വതത്തിൻ്റെ ശൃംഗങ്ങളിലൊക്കെ ഇങ്ങനെ ലാത്തി നടന്നു അത്രേ. അങ്ങനെ നടക്കുന്ന സമയത്ത് തൻ്റെ മഞ്ഞപ്പട്ട് കാറ്റിൽ അല്പം കാറ്റ് തട്ടിയിട്ട് അല്പം ഒന്ന് നീങ്ങി എന്ന് പറയാണ്. ശരീരത്തിൻ്റെ ചില ഉൾഭാഗങ്ങളെല്ലാം കാണാനായിട്ട് ഇട വന്നു. തടിച്ചുരുണ്ട തുടകളും സ്തനങ്ങളും വടിവാർന്ന മുഖവും വിശാലമായിട്ടുള്ള ദഹനവും ഒക്കെ പുറത്ത് കാണാനായിട്ട് ഇടവന്നു. സൗന്ദര്യ സാര സർവസ്വമായിരുന്നു അവൾ. അത് കണ്ടപ്പോൾ വായുദേവന് വലിയ മോഹമായി എന്നർത്ഥം. കാമമോഹിതനായിത്തീർന്നു വായുദേവൻ. ആ വായുദേവൻ ആ സ്ത്രീയെ തൻ്റെ നീണ്ട കൈകളാൽ ഒന്ന് പരിരംഭണം ചെയ്തു എന്ന് പറയാം, ഒന്ന് ആലിംഗനം ചെയ്തു. മനസ്സ് മുഴുവൻ അവളിലേക്ക് അർപ്പിച്ചു ആ വായുദേവൻ. അങ്ങനെ അവളിൽ മുഴുകിയ മാരുതൻ്റെ കാമചിഷ്ടിതത്തിൽ പരിഭ്രമിച്ച് ആ സ്ത്രീ വല്ലാതെ വിഷമിച്ചു. എന്നിട്ട് പറയും, എന്നെ നശിപ്പിക്കരുത്, ഞാൻ ഏകപതിവ്രതമുള്ള ഒരു സ്ത്രീയാണ്, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടു എന്നാണ്. താൻ ജീവിതത്തിൽ ഒരാളെ വിവാഹം ചെയ്യുള്ളൂ, അത് വിവാഹം ചെയ്ത് കഴിഞ്ഞു, ഇനി തന്നെ ഉപദ്രവിക്കരുതെന്ന് വായുദേവനോട് ആവശ്യപ്പെട്ടു എന്നാണ്. ഏകപതിവ്രതമുള്ളവളാണ് താൻ എന്ന് അവൾ പറഞ്ഞു എന്നാണ്. ഏകപതിവ്രതമിതം കോ നാശയിതുമിച്ഛതി. ഏകപതിവ്രതം എടുത്തിട്ടുള്ള എന്നെ ആരാണ് നശിപ്പിക്കാനായിട്ട് തയ്യാറാകുക? അഞ്ജനായ വധശ്രുത്വ മാരുത പ്രത്യഭാഷത. അത് കേട്ടപ്പോൾ വായുദേവൻ പെട്ടെന്ന് പറയാണ്, ഞാൻ നിന്നെ ഒന്നും ഉപദ്രവിക്കണില്ല, നിന്നെ നശിപ്പിക്കില്ല, നീ ഒട്ടും ഭയപ്പെടണ്ട. ഞാൻ നിന്നെ എൻ്റെ ഹൃദയം കൊണ്ട് മാത്രമേ നിന്നെ ആലിംഗനം ചെയ്തിട്ടുള്ളൂ, എൻ്റെ ഹൃദയം നിനക്ക് സമർപ്പിച്ചു എന്ന് മാത്രം. നിനക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലമായിട്ട് ഒരു വീര്യമായിട്ടുള്ള ബുദ്ധിയുള്ള ബലപരാക്രമങ്ങളോട് കൂടിയ അതിതേജസ്വിയായിട്ടുള്ള ഒരു ഉണ്ണി ഉണ്ടാവും. അവൻ എല്ലാത്തിലും പ്രഗത്ഭനാവും, ചാട്ടത്തിലും ഒക്കെ എനിക്ക് തുല്യമായി തീരുമെന്നർത്ഥം. വായുവിനോട് തുല്യമായി തീരും. അങ്ങനെ ഒരു പുത്രൻ നിനക്കുണ്ടാവും എന്ന് വായുദേവൻ അനുഗ്രഹിച്ചു എന്നാണ് അഞ്ജനയെ. വീര്യവാൻ ബുദ്ധിസമ്പന്ന സ പുത്രോ ഭവിഷ്യതി. മഹാസത്വോ മഹാതേജ മഹാബലപരാക്രമ. മഹാസത്വനായിട്ടുള്ള മഹാതേജസ്സുള്ളവനായിട്ടുള്ള ബലപരാക്രമയായിട്ടുള്ള ഒരു ഉണ്ണി നിനക്കുണ്ടാകും എന്ന് അനുഗ്രഹിച്ചു വായുദേവൻ. അങ്ങനെ വായുദേവൻ്റെ അനുഗ്രഹത്താൽ അഞ്ജനയ്ക്ക് ഉണ്ടായ പുത്രനാണ് ആഞ്ജനേയൻ എന്നുള്ള പേരിൽ അറിയുന്ന ഹനുമാൻ. അത് കേട്ടപ്പോൾ അഞ്ജനയ്ക്ക് സന്തോഷമായി. തൻ്റെ ചാരിത്രത്തിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നും തനിക്ക് ഈ സംഗമത്തിൻ്റെ ഫലം ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഫലമാണ് കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയപ്പോൾ സന്തോഷിച്ചു, അത്യധികം ആനന്ദിച്ചു. അടുത്തുള്ളൊരു ഗുഹയിൽ അങ്ങനെ ആഞ്ജനേയനെ പ്രസവിച്ചു എന്ന് പറയുകയാണ്. ജനിച്ച ഉടനെ തന്നെ അങ്ങയുടെ പ്രത്യേകത, അങ്ങയുടെ ആ മഹാബലം പരാക്രമിയായിട്ടുള്ള അങ്ങയുടെ അവസ്ഥ എന്തായിരുന്നുവെങ്കിൽ, കുഞ്ഞായിട്ടിരിക്കുമ്പോൾ തന്നെ ഉദിച്ചുയരുന്ന ആദിത്യനെ കണ്ടുകൊണ്ട് ഒരു പഴമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അത് പറിക്കാൻ വേണ്ടി വാനിടത്തിലേക്ക്, ആകാശത്തിലേക്ക് അങ്ങ് ചാടിയവനാണ് അങ്ങ്. അത്രയും ബലവാനാണ്. അങ്ങനെ 300 യോജന ഉയർന്നിട്ടും
സൂര്യതേജസ്സിനെ കൂട്ടാക്കാതെ ഉയർന്നു പൊങ്ങുന്നത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് അങ്ങയുടെ നേരിട്ട് ഒന്ന് വജ്രായുധം പ്രയോഗിച്ചു എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ അങ്ങ് സൂര്യൻ്റെ ചൂടിൽ താപത്താൽ ഒരുപക്ഷെ ദഹിച്ചു പോയെങ്കിലോ? ഇന്ദ്രൻ്റെ ആ തട്ടുകൊണ്ട് അത് അങ്ങ് താഴത്തേക്ക് വീണു. അങ്ങയുടെ ഇടത്തെ കവിളിലാണ് അത് കൊണ്ടത്. അതിൻ്റെ ഫലമായിട്ട് ആ വലിയ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അങ്ങ് വീഴാനായിട്ട് ഇടവന്നു. വജ്രം തട്ടിമറിഞ്ഞതിനാൽ ഹനുമാൻ എന്ന പേരും അങ്ങേക്കുണ്ടായി എന്നർത്ഥം. ഹനു എന്ന് പറഞ്ഞാൽ വജ്രായുധം. ആ വജ്രായുധം തട്ടിയത് കൊണ്ട് ഹനുമാൻ എന്ന പേര് അങ്ങേക്ക് വന്നു എന്നാണ്. അപ്പോൾ ആഞ്ജനേയൻ എന്നുള്ള പേരും കിട്ടി. ആഞ്ജനേയനെ ഹനുമാൻ എന്ന് വിളിക്കാനും ഇടവന്നു. അങ്ങനെയാണ് അങ്ങ് ഹനുമാൻ എന്ന പേരിൽ പിന്നെ അന്നു മുതൽ വിശ്വവിഖ്യാതനായി തീർന്നത് എന്നെല്ലാം പറഞ്ഞു കൊടുത്തു. തതോഹി നാമധേയം തേ ഹനുമാനിതി കീർത്യതേ തതസ്വാം നിഹതം ദൃഷ്ട്വാ വായുർഗന്ധവഃ സ്വയം. അങ്ങനെ തൻ്റെ മകൻ്റെ പതനം കണ്ട വായുദേവൻ അവിടെ നിന്ന് ഒതുങ്ങി നിന്നു എന്ന് പറയാണ്. 3 ലോകത്തിലും കാറ്റില്ലാത്തൊരവസ്ഥ വന്നു. ദേവന്മാരും ലോകപാലന്മാരൊക്കെ പരിഭ്രമിച്ചു. എല്ലാവരും വായുദേവനെ പ്രസാദിപ്പിച്ചു. എന്താണ് വായു സഞ്ചരിക്കാത്തത്, എന്താണ് വായു അനങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. എന്നിട്ട് വായുദേവനെ അനുഗ്രഹിച്ചു. യുദ്ധത്തിലെ ശസ്ത്രങ്ങളെ കൊണ്ടോ അസ്ത്രങ്ങളെ കൊണ്ടോ ഒന്നും നീ വധിക്കപ്പെടില്ല എന്നൊരു വരം ബ്രഹ്മാവ് ഈ ഹനുമാന് കൊടുത്തു എന്നാണ്. അതോടുകൂടി വായുദേവനും സന്തോഷമായി. തൻ്റെ പുത്രന് യാതൊരു കേടും വരില്ല, തൻ്റെ പുത്രൻ വധിക്കപ്പെടില്ല, യാതൊരു നാശവും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ശസ്ത്രങ്ങളെ കൊണ്ട് അസ്ത്രങ്ങളെ കൊണ്ടൊന്നും ഹനുമാനെ നിഗ്രഹിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വായുദേവനും സന്തോഷമായി. വജ്രം കൊണ്ട് പോലും ആപത്ത് പറ്റാതെ ഇരുന്ന അങ്ങയിൽ സന്തുഷ്ടനായി തീർന്നു വായുദേവൻ. മാത്രമല്ല നിനക്ക് തോന്നുമ്പോൾ മാത്രം സ്വച്ഛന്ത മരണം മാത്രമേ നിനക്ക് സംഭവിക്കുള്ളൂ എന്നൊരു വരം കൂടി ഹനുമാന് കൊടുത്തു എന്നാണ് ബ്രഹ്മാവ്. നിനക്ക് തോന്നുമ്പോഴേ മരണം ഉണ്ടാകൂ എന്നൊരു മഹാവരവും കൂടി തന്നു കഴിഞ്ഞു വിധാതാവ്. അങ്ങനെ ഹനുമാൻ എന്തായിത്തീർന്നു? കപിവരനായിട്ടുള്ള കേസരിയുടെ പുത്രനായി. വായുദേവൻ്റെ ഔരസപുത്രനുമാണ് എന്നർത്ഥം. വായുദേവൻ്റെയാണ് ശരിക്കും ബീജം അല്ലെങ്കിൽ ആ ശക്തി പകർന്നു കിട്ടിയത്. പക്ഷെ കേസരി പുത്രനാണേനും. അതുകൊണ്ട് അങ്ങ് ചാട്ടത്തിലും അച്ഛന് തുല്യമാണ്. വായുദേവന് തുല്യനാണ്, അത്ര കഴിവുള്ളവനാണ് അങ്ങ്. അതുകൊണ്ട് അല്ലയോ ഹനുമാനെ, ഈ വാനരപ്പടയുടെ ജീവൻ മുഴുവൻ ഇപ്പോൾ പോയ മട്ടിലാണല്ലോ. എല്ലാവർക്കും ഉയിരേകി രക്ഷിക്കുവാൻ കഴിവുള്ളവൻ അങ്ങ് മാത്രമേ ഉള്ളൂ. എല്ലാവരും ആകെ വിഷമത്തിലായിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ലങ്കയിലേക്ക് കടന്നു പോകുക എന്ന് അറിയാതെ കഷ്ടപ്പെടുകയാണ് അവരെല്ലാവരും. അങ്ങ് ആ വായുദേവനെ പോലെ വിക്രമിയാണ് എന്നുള്ള കാര്യം അങ്ങ് മറക്കരുത്. അങ്ങേക്ക് സാധിക്കും ലങ്കയിലേക്ക് കടക്കാനായിട്ട് എന്നെല്ലാം പ്രേരിപ്പിക്കുകയാണ് ജാമ്പവാൻ. ഭവാൻ ജീവാതവേസ്മാകം അഞ്ജനാഗർഭസംഭവാം ത്വം ഹി വായുസുതോ വത്സ പ്രവനേ ചാപിതത്സമാം. വായുസുതനായിട്ടുള്ള അല്ലയോ ഹനുമാൻ, അങ്ങേക്ക് അച്ഛനെപ്പോലെ തന്നെ ശക്തിയോടുകൂടി പ്ലവനം ചെയ്യാനായിട്ട് കഴിയും. ലങ്കയിലേക്ക് ചാടിക്കടക്കാനുള്ള ശക്തി അങ്ങേക്കുണ്ടാകും. എന്നിട്ട് ജാമ്പവൻ പറയാണ്, വാമനാവതാര കാലത്തൊക്കെ ഞാൻ 21 പ്രാവശ്യം ഭൂമി മുഴുവൻ ഞാൻ വലം വെച്ചിട്ടുണ്ട്, പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നാണെങ്കിൽ എനിക്കതിനുള്ള കഴിവില്ലാത്തവനായി. ജരാനരകൾ ബാധിച്ചിട്ട് ഞാൻ ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം സർവ്വഗുണ സമ്പൂർണനായിട്ടുള്ളത്
അല്ലയോ മാരുതേ, അങ്ങ് തന്നെയാണ്, അങ്ങ് മാത്രമാണ്. എന്നെ ശ്രേഷ്ഠനായിട്ട് കരുതണ്ട എന്നർത്ഥം. എന്നേക്കാൾ ശ്രേഷ്ഠനാണ് അങ്ങ്. എല്ലാ കഴിവുകളും ശക്തിയും ബലവും ഒക്കെ ഉള്ളവനാണ് അങ്ങ്. എനിക്ക് പണ്ട് ശക്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം ഞാൻ ക്ഷീണിതനാണ് എന്നർത്ഥം. അപ്പോൾ ചാടുന്നവരിൽ അദ്വിതീയനായിട്ടുള്ളവൻ നീ തന്നെയാണ് അല്ലയോ ആഞ്ജനേയ എന്ന് പറയാണ്, ഹനുമാനോട് പറയാണ്. നിന്റെ പരാക്രമം കാണാനുള്ള വെമ്പലാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. ഈ കവി സൈന്യങ്ങൾക്കൊക്കെ എല്ലാവരും അത് ആഗ്രഹിക്കണു. നീ അത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നൊക്കെ ആവശ്യപ്പെടുകയാണ് ഹനുമാനോട്. തദ് വിജൃംഭസ്വ വിക്രാന്താം പ്രവതാമുത്തമോ ഹ്യസി തദ്വീര്യം ദ്രഷ്ടുകാമേയം സർവവാനരവാഹിനി. ഉത്തിഷ്ഠ ഹരിശാർദൂല, എഴുന്നേൽക്കൂ. ഹനുമാനോട് ഉത്തിഷ്ഠ ഹരിശാർദൂല ലംഘയസ്വ മഹാർണവം. ഈ മഹാർണവം, ഈ സാഗരം അങ്ങ് കടക്കൂ. പരാഹി സർവഭൂതാനാം ഹനുമൻ യാ ഗതിസ്തവാം. അങ്ങ് തന്നെയാണ് കഴിവുള്ളവൻ. ഈ പെരുങ്കടൽ ചാടിക്കടക്കാനുള്ള എല്ലാ കഴിവും അങ്ങേക്കാണുള്ളത്. സകല ജീവജാലങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനും ബലവാനായിട്ടുള്ളവനും അങ്ങ് തന്നെയാണ്. മഹാവിഷ്ണു എപ്രകാരമാണോ പരാക്രമം ചെയ്തത്, 3 അടി വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പരാക്രമം ചെയ്തുവോ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് അങ്ങേക്ക് സാധിക്കും. അങ്ങും പരാക്രമിയാണ്, കഴിവുള്ളവനാണ്. ഈ വാനരന്മാരുടെ ഹൃദയം എല്ലാവരും ദുഃഖിക്കുന്നു. അവരുടെ ദുഃഖത്തിനെയൊക്കെ മാറ്റിക്കൊടുക്കാനായിട്ട് എപ്രകാരമാണോ മഹാവിഷ്ണു വളർന്ന് 3 അടി വയ്ക്കുവാൻ വേണ്ടി തുടങ്ങിയത്, അതുപോലെ നീയും വളർന്ന് ബലവാനായി തീരൂ, ശക്തി ആർജിക്കൂ, നിനക്ക് ലങ്കയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കട്ടെ എന്നെല്ലാം ജാംബവാൻ അനുഗ്രഹിക്കുന്നു. ജാംബവാൻ്റെ വാക്കുകൾ ഹനുമാനെ ഉണർത്തി. തൻ്റെ കർത്തവ്യം ഇന്നതാണ് എന്നുള്ള ഒരു വ്യക്തമായ ബോധമുണ്ടായി ഹനുമാന്. അങ്ങനെ ആ വീരനായിട്ടുള്ള ആഞ്ജനേയൻ ഹനുമാൻ എല്ലാവർക്കും ആനന്ദം പകർന്നു കൊടുത്തുകൊണ്ട്, കവികൾക്കൊക്കെ ആനന്ദം പകർന്നു കൊടുത്തുകൊണ്ട് അത്ഭുതകരമായിട്ടുള്ള രൂപത്തെ പ്രാപിച്ചു എന്ന് പറയുകയാണ്. വലുതായിട്ട് വലിയ രൂപം പ്രാപിക്കാനായിട്ട് ഭാവിക്കുകയാണ് ഹനുമാൻ. ലങ്കയിലേക്ക് ചാടിക്കടക്കാനുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള രൂപം സ്വീകരിക്കാനായിട്ട്, അത്ഭുത രൂപം സ്വീകരിക്കാനായിട്ട് തയ്യാറായി. എന്നിട്ട് മഹേന്ദ്രപർവ്വതത്തിൽ കയറി എന്നാണ്. അവിടെ നിന്നാണ് അത്ര ലങ്കയിലേക്ക് ചാടിയത്. ആ മഹേന്ദ്ര ശിഖരത്തിലേക്കുള്ള കയറ്റവും അതിൻ്റെ ചരിത്രമൊക്കെ വർണ്ണിക്കുന്നു അടുത്ത സർഗത്തിൽ, 67-ാം സർഗത്തിൽ. അങ്ങനെ 67-ാം സർഗത്തോടു കൂടി ആഞ്ജനേയസ്വാമി മഹേന്ദ്രപർവ്വതത്തിൽ കാൽവെച്ചുകൊണ്ട് ഉറക്കെ വിழுന്ന് ചാടി എന്നാണ്. അങ്ങനെ ചാടി കഴിവുള്ളവനായിട്ടുള്ള മഹാകവീശ്വരനായിട്ടുള്ള, ശത്രുക്കളെയൊക്കെ നശിപ്പിക്കാൻ കഴിവുള്ളവനായിട്ടുള്ള മഹാനുഭാവനായിട്ടുള്ള ഹനുമാൻ അങ്ങനെ ലങ്കയിലേക്ക് സീതാദേവി സന്നിധിയിലേക്ക് എത്തി എന്ന് പറയുകയാണ്. അത് ഈ അടുത്ത അധ്യായത്തോടുകൂടി ലങ്കയിലേക്ക് എത്തുന്ന ഹനുമാൻ്റെ ചരിത്രങ്ങൾ കിഷ്കിന്ധാകാന്ഡം സമർപ്പിച്ച് അടുത്ത കാണ്ഡത്തിലേക്ക്, സുന്ദരകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എല്ലാം നമുക്ക് അടുത്ത അധ്യായം പാരായണം ചെയ്യുമ്പോൾ അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹാശികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ